ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമില്ല, എല്ലാവർക്കും സുഖമാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ ഞാനൊരു ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫേസ് പാക്ക് എങ്ങനെ എന്താണെന്നതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഇപ്പോൾ നല്ല ഒരു മഞ്ഞുകാലമൊക്കെ ആണല്ലോ, സ്കിന്നൊക്കെ തന്നെ വരണ്ട് നിനക്കില്ല. അപ്പോൾ സ്കിന്നൊക്കെ ഇതുപോലെ നല്ല ഗ്ലോ ആയി നല്ല മിനുസം നല്ല സോഫ്റ്റൊക്കെ ആയി കിട്ടാനുള്ള നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ അപ്പോൾ നമ്മൾക്ക് കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ഫേസിൽ എല്ലാവരും എപ്പോഴും ചെയ്യണം കേട്ടോ. ഇത് എന്നല്ല, എന്ത് പാക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മളെ സ്കിന്ന് നല്ല ഗ്ലോ ആക്കാനും നല്ല ഷൈനിങ് ഉള്ളതാക്കാനും നല്ല വൈറ്റ്നെസ് കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളൊരു 35 വയസ്സ് കഴിഞ്ഞാൽ 20 എല്ലാവർക്കും ചെയ്യണ്ടെന്നല്ല, എല്ലാവർക്കും ശേഷം 35 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം കേട്ടോ. നമ്മളെ സ്കിന്നൊക്കെ നല്ലപോലെ നല്ലപോലെ ആവാനൊക്കെ എല്ലാവരും ഇത് ചെയ്യണം. പിന്നെ ചിലവർ ഇങ്ങനെ പറയും, അപ്പോൾ നമ്മൾക്ക് പ്രായമായില്ലേ, ഇപ്പോൾ ഫേസ് പാക്കൊക്കെ ഇടണോ, ഫേസൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യണോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ആരും പറയരുത്. എല്ലാവരും നമ്മൾ വിശക്കുമ്പോൾ നമ്മൾ ഫുഡൊക്കെ നേരത്തിന് കഴിക്കണില്ലേ, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതിന് നമ്മളെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത് എല്ലാതും ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫേസ് പാക്കിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് ഞാനൊരു 3 സ്പൂണ് തൈരാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. നമ്മളെ നല്ല നാടൻ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി ആരും യൂസ് ചെയ്യരുത്. ഇങ്ങനെ മഞ്ഞൾ പൊടിച്ചിട്ടെടുക്കുക. പിന്നെ 1 സ്പൂണ് മുതിര പൊടിച്ചും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. തൈര്, മഞ്ഞൾപ്പൊടി, മുതിര പൊടിച്ചതാണിത്. അപ്പോൾ ഇത് ചെറിയൊരു തരി പോലെയാണ്. അപ്പോൾ നല്ല സ്ക്രബ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതൊന്ന് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം കഴുകി കളയാം. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിരിക്കണം ചെയ്തിട്ട്. നല്ലതാണ് നമ്മളെ സ്കിന്നിനൊക്കെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്കിന്നിലൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ വിശക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കണില്ല, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ താഴേക്ക് ആക്കരുത്, ഇവിടുന്ന് മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണേ. പിന്നെ നമ്മൾ ഫേസിൽ എന്ത് പാക്ക് ഇട്ടാലും കൂടുതൽ സംസാരിക്കുക, ചിരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോഴൊക്കെ നമ്മൾക്ക് ആ ഫേസ് പാക്ക് ഇട്ടുകൊടുത്ത് ഒരു ചുളിവ് വരും. അപ്പോൾ ആ ഒരു ചുളിവ് നമ്മളെ ഫേസിലും ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. കൂടുതൽ അങ്ങനെ സംസാരിക്കാനും ചിരിക്കാനും ഒന്നും നിൽക്കരുത്. ഡ്രൈ ആയാൽ നല്ല വരും കേട്ടോ. ആ ഒരു നമ്മൾക്ക് തന്നെ അറിയാതെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ചുളിവ് പോലെ വരുന്നത്. ഇതെല്ലാവരും ഒന്ന് നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യണം. നമ്മൾ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നമ്മളെ സ്കിന്നിലൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളെ ഫേസിൽ പ്രത്യേകിച്ച് ഫേസും കൈയും കാലും ഒക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. എല്ലാവരും ചെയ്യണം അതൊക്കെ. ഇതൊരു ആ മുതിര പൊടിച്ചത് ഒരു തരി പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഉണങ്ങി കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രൈ ആയാൽ നല്ലൊരു കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ വരതി കൊടുക്കണം കേട്ടോ. ഇപ്പം തന്നെ നമ്മളിങ്ങനെ ചെറിയൊരു മസാജ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും കഴുത്തിൽ കൂടി നമ്മൾ അപ്ലൈ ചെയ്യണേ. ഷാളിലാവുന്നുണ്ട്, മേലൊക്കെ ആക്കി കൊടുത്ത് കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്ന് നല്ലൊന്ന് ഡ്രൈ ആവട്ടെ, എന്നിട്ട് നമുക്കത് കഴുകിക്കളയാം. ഈ മൂക്കിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഒന്ന് ഒരതണം കേട്ടോ. ഒന്ന് നല്ല മസാജ് ചെയ്യണം.
വീഡിയോ നമ്മൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി തരണം. ഇതിപ്പം മഞ്ഞുകാലമൊക്കെ ആയില്ലേ, മഞ്ഞുകാലമൊക്കെ ആയാൽ ഇനിയിപ്പോൾ നമ്മളെ സ്കിന്നൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, സ്കിന്നിനൊക്കെ ഒരു വലിവുണ്ടാവും. സ്കിന്നിൽ നമ്മളെ ഫേസിലൊക്കെ നമ്മൾ രാത്രിയൊക്കെ ഒലിവ് ഓയിലല്ല, അതിനേക്കാൾ നല്ലത് നമുക്ക് ബദാം ഓയിലാണ്, ആൽമണ്ട് ഓയിൽ. ഒലിവ് ഓയിൽ നല്ലതാണ്, നല്ലതല്ല എന്നല്ല കേട്ടോ. ആൽമണ്ട് ഓയിൽ നമ്മൾ സ്കിന്നിൽ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതൊന്ന് ഇങ്ങനെ കയ്യിൽ ഇറങ്ങിയിട്ട് കയ്യിലും ഒക്കെ തേച്ച് കൊടുത്താൽ ഞാനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഒലിവ് ഓയിൽ നമ്മൾ കുളിക്കാൻ പോണ മുന്നേ ഒന്ന് ഫേസിലൊക്കെ തേച്ച് കയ്യിലൊക്കെ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം, എന്നിട്ട് പിന്നെ കഴുകി കളയാം. കുറേ നേരം വെക്കണ്ട ഒലിവ് ഓയിൽ. ഇത് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ ഒന്ന് ഡ്രൈ ആവട്ടെ. ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടെ. ബാക്കി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആവുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ കുറച്ച് തൈരൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് മാത്രം അങ്ങനെ എടുത്ത് ചെയ്താലും മതി. ഇതൊന്ന് ഡ്രൈ ആയിട്ട് കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നമ്മളതൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ടൈമുണ്ടെങ്കിൽ അരമണിക്കൂർ ഡ്രൈ ആകാൻ വെക്കണം, ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കേട്ടോ. 20 മിനിറ്റ് മിനിമം നമ്മളിത് വെക്കണം. ഇനി കുറച്ച് വെള്ളം നമ്മളിതുപോലെ ഇങ്ങനെ തൊട്ട് കൊടുക്കുക. മാറ്റം നമ്മൾ കളർ കുറഞ്ഞവർ വെളുക്കും അങ്ങനെയൊന്നും നമ്മൾ പറയണില്ല കേട്ടോ. പക്ഷെ നമ്മളെ യഥാർത്ഥ നമ്മൾ ശരിക്കുള്ള ഒരു കളറുണ്ടല്ലോ നമ്മളെ സ്കിന്നിൻ്റെ, അത് കിട്ടും. പിന്നെ നമ്മളെ സ്കിന്നിന് തന്നെ നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കണം. രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല വരുതി കൊടുക്കുന്നുണ്ട്. വല്ലാതെ ഇങ്ങോട്ട് ആക്കണില്ല, എൻ്റെ ഷാളിലാവും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെള്ളം തൊട്ടിട്ട് വേണം നമ്മളിങ്ങനെ ഇതൊന്ന് അരുതി കൊടുക്കാൻ. അത് നല്ലൊരു മസാജും കൂടി ഒരു 5 മിനിറ്റ് നല്ലൊന്ന് മസാജ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് മസാജ് ചെയ്യും. അതുപോലെ ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക്. ഒരിക്കലും നമ്മളിങ്ങനെ താഴേക്ക് മസാജ് ചെയ്യരുത്. കഴുത്തിലാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇതൊന്ന് ഞാൻ നല്ലൊന്ന് കഴുകട്ടെ, കഴുകിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഞാൻ കഴുകി വന്നിട്ടുണ്ടല്ലേ. ഇവിടെ ഒക്കെ ഉണ്ട്, ഇവിടെ ഒന്നും പോയിട്ടില്ല കേട്ടോ. ശരിക്കും കഴുകുക. ഇവിടെ പിന്നെ നല്ല കഴുകി വന്നിട്ട് പിന്നെ ഒരു തോർത്തുകൊണ്ട് നല്ലൊന്ന്, പിന്നെ സോപ്പിട്ട് കഴുകരുത് കേട്ടോ. ഇതുപോലെ ഒരു കോട്ടൻ്റെ മുണ്ട് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചാൽ സോപ്പിട്ട് കഴുകരുത്. ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലപ്പൊടി ഇട്ടിട്ട് വേണം നമ്മളെ ഫേസ് ഒന്ന് നല്ലപോലെ ഒന്ന് അരുതി കൊടുക്കാൻ. ഇതിൽ നല്ല മാറ്റമുണ്ട്.
കയ്യിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പുതിയ ഫ്രണ്ട്സിൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്കൊന്ന് ലൈക്കും കൂടി തരാം. അടുത്ത വീഡിയോയിൽ കാണാൻ വരയ്ക്കും. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.